നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാലും അയാൾ ആരാ? എന്തിന് ഇവിടെ വന്നു? ആരെ കാണാൻ? അലീനയും ഫ്രണ്ട്സിനെയും കാണാൻ തന്നെയാ വന്നത്. അതിന് വ്യക്തമായിട്ടൊരു തെളിവില്ലല്ലോ. നമ്മളങ്ങനെ സംശയിക്കുന്നതല്ലേ? എന്തായാലും കള്ളനെ പിടികൂടാൻ ചെന്ന നമ്മൾ സംശയിക്കുന്ന അവസ്ഥയായി. ഇവിടെ എന്തോ മോശം ബിസിനസ് നടക്കുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കില്ല അയാൾ ഇവിടെ വന്നത്. ഇന്നായിരിക്കും പിടിക്കപ്പെട്ടത്. അതെന്ത് ബിസിനസ്? വല്ല നർക്കോട്ടിക്കും ഇടപാടുമായിരിക്കും. അതും ആവാം. നാളെ റീനാമ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്തോ. ഈ സാഹചര്യത്തിൽ അത് നമുക്കെതിരാകാനാ സാധ്യത. അല്ല, ആരോ വാതില് തുറന്നു കൊടുത്തിട്ടല്ലേ അയാൾ അകത്ത് കയറിയത്? വാതിലാരും തുറന്നിട്ടില്ലെന്നും പറയുന്നു. പിന്നെ എങ്ങനെ അയാൾ അകത്ത് കയറി? അതിന് അയാൾക്ക് ദിവ്യശക്തി ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിനീ പാൽക്കാരന്റെ ഗോസ്റ്റ് വല്ലതും ആയിരിക്കോ? അനു, നീ ആ കാര്യം പറഞ്ഞ് വെറുതെ പേടിപ്പിക്കല്ലേ. ആ, ഈ കാലത്താണ് പ്രേതവും വിശേഷവും ഒക്കെ. ഒന്ന് പോടി. എടി, മതിലിന്റെ മേലെ കൂടി അയാൾ പറന്നു പോകുന്ന പോലെ കണ്ടു എന്നല്ലേ അമ്പിളി ചേച്ചി പറഞ്ഞത്? ഒരു മജീഷ്യനായി നീ തന്നെ അത് പറയണം. എടി, മജീഷ്യന്മാരും പറന്നു പോറില്ലേ? ശരിയാ, അവനും നിന്നെപ്പോലൊരു മെജീഷ്യൻ ആണെങ്കിലോ? എടി, മാജിക് അങ്ങനെയൊന്നും അല്ല. അത് ഫുൾ ടെക്നിക്കും കൺകെട്ടുവാ. ഇതങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ. അപ്പൊ ഈ ഹോസ്റ്റലില് ശരിക്കും ഗോസ്റ്റ് ഉണ്ടെന്നാണോ നീ പറയുന്നേ? ഗോസ്റ്റ് മണ്ണാൻ കേട്ട. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? ഒരു ഗോസ്റ്റിനെ കൺമുമ്പിൽ നേരിട്ട് കണ്ട് ആ ഗോസ്റ്റുമായിട്ട് പരിചയപ്പെട്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാതെ ഞാൻ വിശ്വസിക്കില്ല. എടി, വിശ്വസിക്കാൻ നീ അതിന് ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ? ഒരു ഗോസ്റ്റിനെ നേരിട്ട് കണ്ടാ പിന്നെ കാണുന്നയാള് ജീവനോട് ഉണ്ടാവില്ലെന്നാ പറയുന്നേ. ഈ യക്ഷി ചോര കുടിച്ചു കുടിച്ച് ആള് കൊല്ലുമെന്ന് കേട്ടിട്ടില്ലേ? ഏയ്, നിങ്ങൾ ഇതൊക്കെ നിർത്ത്. ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നേ? മതി മതി, എനിക്ക് ഉറങ്ങണം. ആരും കിടക്കല്ലേ. എന്താ? എന്ത് വാടി? ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് വിശക്കും. നീ ഇങ്ങനൊരു തീറ്റപ്പെട്ടി ആയിപ്പോയി. 24 മണിക്കൂർ നിനക്ക് തീറ്റി ഞാൻ കിടക്കും. ഇവളെ കെട്ടിക്കൊണ്ടു പോകുന്നവന്റെ കഷ്ടകാലം. ഇങ്ങനൊരു ജന്മം. ഇവിടെ ആരുടെയും കാൽപ്പാടുകളൊന്നും കാണുന്നില്ലല്ലോ. പറന്നു പോയവന്റെ കാൽപ്പാട് എങ്ങനെ കാണാനാ? ഇത് നല്ലൊരു കുളം അല്ലേ? ഇത് കണ്ടപ്പോ എനിക്ക് സൂര്യമംഗലത്തെ ക്ഷേത്രക്കുളം ഓർമ്മ വരുന്നു. അത് കൽക്കെട്ടുകളൊക്കെ ആയിട്ട് കുറച്ചുകൂടി വിശാലം. ഇതേ നല്ലൊരു നാടൻ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടല്ലേ? ഇതില് കുളിച്ചാൽ നല്ല സുഖമായിരിക്കും അല്ലേ? ആ, ഇതിൽ കുളിച്ചാലേ വല്ല വട്ടച്ചോറിയും വരും. ശരിയാ, അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് വെന്റിലേറ്ററിൽ കിടക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുളിക്കാം. ഏയ്, ഇത് അത്രയ്ക്ക് മോശം വെള്ളമൊന്നും അല്ല. ഹായ്, നല്ല സുഖം. എന്തോ ഒരു വൈബ് ഫീൽ ചെയ്യുന്നല്ലേ? വൈബല്ല, വൈബ്രേഷനാ. തണുത്തിട്ട് എന്റെ കാല് മൊത്തം വിറയ്ക്കുന്നു. ദേ, ഇതില് മീനുണ്ടാവും, കാലില് കുത്താതെ സൂക്ഷിക്കണേ. വല്ല വരാലോ വച്ച ഉണ്ടായിരുന്നെങ്കിൽ പൊള്ളിച്ച് കഴിക്കായിരുന്നു. നിനക്ക് എപ്പോഴും തിന്നുന്ന കാര്യമുള്ളോ പറയാൻ? വല്ലതും തിന്നാനല്ലേ നമ്മൾ ജീവിക്കണേ. ഏയ്, അതിലാരും ഇറങ്ങരുത്. അതിന് ഞങ്ങൾ ഇറങ്ങിയില്ലല്ലോ, ഇവിടെ നിക്കുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കിങ്ങനെ ഇവിടെ നിൽക്കാനുള്ള സ്ഥലമല്ലേ ഇത്? എല്ലാരും പോയെ. മേഡം കണ്ടാ വഴക്ക് പറയും. ഈ കുളത്തിൽ കുളിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതൊന്നും ഇവിടെ അലോഡല്ല. ഈ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനവും ഇല്ല. എന്നാ പിന്നെ പ്രവേശനമില്ലെന്നൊരു ബോർഡ് ഇവിടെ വെച്ചാ പോരെ? നിങ്ങളെ റൂമിലേക്ക് പോ. മേഡം കണ്ടാ പ്രശ്നമാവേ. അവരുടെ സംസാരത്തിൽ എന്തോ പന്തികേടില്ലേ? ഈ കുളത്തിൽ എന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? എന്തപകടം? ഈ വെള്ളത്തിന്റെ അടിയിലൂടെ ഏതെങ്കിലും അദൃശ്യ ശക്തികൾ സഞ്ചരിക്കുന്നുണ്ടാവോ? അദൃശ്യ ശക്തിയോ? അനു,
ദേ ഈ സമയത്ത് നിന്റെ മാജിക് ഒന്നും ഇവിടെ കാണിക്കില്ലേ കേട്ടോ. അമ്പിളി അമ്മായി അങ്ങനെ പറഞ്ഞതേ വേറൊന്നും കൊണ്ടല്ല. ഈ വെള്ളത്തിൽ ചിലപ്പോ വൈറസ് ഉണ്ടാവും. വൈറസോ? അയ്യോ അയ്യോ എന്റെ കാല് പിടിച്ചേ. അയ്യോ അയ്യോ രക്ഷിക്കണേ. കാല് പിടിച്ചേ. അയ്യോ അയ്യോ എന്റെ കാല് പിടിച്ചേ. ബാബാ എന്താ എന്തിനും പറ്റിയോ? ഈ കുളത്തിന് എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരെന്റെ കാല് പിടിച്ചേ? ഡി നീ ഇവിടെ നിന്നോണ്ട് എന്തെങ്കിലും മാജിക് ഒപ്പിച്ചോ? ഞാനൊന്നും ചെയ്തില്ല. ഇപ്പൊ ആരെ ഇവളെ കാല് പിടിച്ച് വലിച്ചേ? ആർക്കറിയാം? അവിടെ എന്തോ ഉണ്ട്, ആരോ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പൊ ആൾക്കാരനെങ്ങാനും ഈ വെള്ളത്തിലുണ്ടോ? എല്ലാരും നന്നായി പേടിച്ചല്ലേ? നീ ചുമ്മാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അവളെ. എല്ലാവരുടെയും പേടി മാറിയില്ലേ? വാ ഇനി പോവാ. ആ കുളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്പിളിയമ്മയുടെ സംസാരം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെയാ എനിക്ക് തോന്നിയത്. കുളം മാത്രമല്ല, ഈ ഹോസ്റ്റലിൽ തന്നെ എന്തോ പ്രത്യേകതയില്ലേ? അത് ശരിയാ. ഈ ഹോസ്റ്റൽ ഉണ്ടല്ലേ, ഒരു ഹോസ്റ്റലാണെന്ന് പോലും തോന്നില്ല അല്ലേ? ആ ഇത് പണ്ടേതോ ഹോട്ടലായിരുന്നിരിക്കാം. യെസ്, ഞാൻ അതിനെ പറ്റി ഒരു എൻക്വയറി നടത്തിയിരുന്നു. നിനക്ക് എന്നിട്ട് എന്താ മനസ്സിലായ? പണ്ടേ ഇതൊരു അമേരിക്കൻ മലയാളിയുടെ ബംഗ്ലാവായിരുന്നു. വിദേശികളൊക്കെ വന്ന് താമസിച്ചോടെ ഇതൊരു ഹോട്ടൽ റിസോർട്ടായി മാറി. പിന്നീട് അതെങ്ങനെയോ കോളേജ് മാനേജ്മെന്റിന് കിട്ടി. അതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടാണ് റീനാമ ഈ കെട്ടിടം ഹോസ്റ്റലായി നടത്തുന്നത്. അല്ല നിനക്ക് ഈ വിവരങ്ങളൊക്കെ എവിടെന്നാ കിട്ടിയേ? അതൊക്കെ എനിക്ക് കിട്ടി. ഇവൾക്കേ ഒരു തുമ്പ് കിട്ടിയാൽ മതിയല്ലോ, ബാക്കി അവൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളൂ. അതുകൊണ്ടല്ലേ പണ്ടേ ഇവളെ ഞാൻ പെരിച്ചാടിന്ന് വിളിക്കുന്നേ. നീ പൊടി തീറ്റപ്പെട്ടി. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? ഉണ്ടല്ലോ നിന്നെ പൊടി. ദേ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. രാവിലെ 10 മണിക്ക് നിങ്ങൾ എല്ലാവരോടും മെയിൻ ഹാളിലേക്ക് വരാൻ റീന മാഡം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നേ? എന്തെങ്കിലും കാര്യം ഉണ്ടാവും. വേറൊന്നും എനിക്കറിയില്ല. എന്തോ കല്ലുകടി ഉണ്ടല്ലോ, അതെനിക്ക് മാത്രം തോന്നിയാണോ? എനിക്കും അങ്ങനെ തോന്നി. അപ്പോ നമ്മളെ ടാർഗറ്റ് ചെയ്ത്